ഇസ്ലാമാബാദിലുമായി പാകിസ്ഥാനെതിരെയുള്ള മറുപടി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പാരാമിലിറ്ററി ഫോഴ്സ് നേതാക്കളുമായി DGസുമായി അമിത്ഷാ ചർച്ച നടത്തുന്നു എന്ന വിവരമുണ്ട്. അതിർത്തിയിലെ സാഹചര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഹൈ അലർട്ട് വേണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ പാരാമിലിറ്ററി ഫോഴ്സുകൾക്ക് അമിത്ഷാ കൈമാറി എന്ന ഒരു വിവരം കൂടി വരികയാണ്. അതിർത്തിയിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ പറ്റുന്ന വിധത്തിൽ ഇന്ത്യ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞതാണ്. അത് കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ പാരാമിലിറ്ററി ഫോഴ്സിന് അമിത്ഷാ നൽകിയിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് വരുന്നത്. മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മനു, തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുകയാണ്. പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ തുടങ്ങി അതേ സമയം മുതൽ തന്നെ അവിടെ തിരക്കിട്ട ചർച്ചകളായിരുന്നു. ഇപ്പോൾ അമിത്ഷാ പാരാമിലിറ്ററി ഫോഴ്സുകളെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിർത്തിയിൽ കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതേസമയം തന്നെ പാകിസ്ഥാന്റെ വിവിധയിടങ്ങൾ ഇസ്ലാമാബാദിലും സിയാൽകോട്ടിലും ഇസ്ലാമാബാദിലും ഇന്ത്യ കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ഇന്ത്യൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്താണ് ലഭ്യമാകുന്നത്? വളരെ ശക്തമായി തന്നെ തുടരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇസ്ലാമാബാദിലും ലാഹോറിലും ആക്രമണം തുടരുകയാണ്. ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഇന്ത്യയിലേക്ക് ആക്രമണമുണ്ടായെന്ന പ്രാഥമിക വിവരത്തെ തുടർന്നാണ് അങ്ങോട്ടേക്കുള്ള തിരിച്ചടികൾ തുടങ്ങിയത്. അതിനെ തുടർന്നാണ് ഈ മിസൈലുകളുടെ ആക്രമണം ഏറെക്കുറെ അവസാനിച്ചു ഇന്ത്യയിലേക്ക് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശക്തമായ പ്രഹരം നൽകാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. 3 ജെറ്റ് വിമാനങ്ങളെ അടിച്ചു നിലത്തിടാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2 പൈലറ്റുകൾ പിടിയിലായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പല കേന്ദ്രങ്ങളിലും അതീവ ജാഗ്രതയോടുകൂടി ഇരിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിലെ പഹോൽഡിയിൽ പ്രദേശവാസികളോട് ജാഗ്രതയോടെ ഇരിക്കാനുള്ള നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ചീപ്പായ ഏറ്റവും നിലവാരം കുറഞ്ഞ റോക്കറ്റുകളാണെന്ന പരിഹാസം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നു. 8 മിസൈലുകൾ സത്വാരി, അതുപോലെ സംബ, ആർഎസ്പുര, അർണിയയെ ലക്ഷ്യമാക്കി തൊടുത്ത മിസൈലുകൾ ഒന്നിനു പോലും ലക്ഷ്യം കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം വളരെ കാര്യക്ഷമമായി തന്നെ തടയാൻ രാജ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഫൈറ്റർ ജെറ്റുകളെ പാകിസ്ഥാൻ വിന്യസിച്ചത് മടക്കി വിളിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 3 ജെറ്റുകൾ, 3 ഫൈറ്റർ ജെറ്റുകൾ F-16, അതുപോലെ JF-17 2 ജെറ്റുകൾ തകർക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ തുടർച്ചയായ ആക്രമണ പരമ്പരയാണ് പാകിസ്ഥാൻ നടത്തിയത്. അതിനാണ് ഒരു കനത്ത മറുപടി നൽകിക്കൊണ്ട് ഇപ്പോൾ വേണ്ട ഒരു നടപടി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി പാകിസ്ഥാൻ പിന്മാറും എന്ന് കരുതുന്നവരുണ്ട്. കാരണം ഈ പ്രഹരം കൂടിയാകുമ്പോൾ ഇത് രാജ്യം ഇന്ത്യ ശക്തമായി തന്നെ നിലയുറപ്പിക്കുന്നു എന്ന സന്ദേശം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാകിസ്ഥാന്റെ പിന്മാറ്റത്തിനുള്ള അവസാനത്തെ സൂചനയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആർട്ടിലറി ഫയറിങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ അത് ജമ്മു കേന്ദ്രീകരിച്ചായിരുന്നു ആർട്ടിലറി ഫയറിംഗ് വന്നത്. പിന്നെ രാജസ്ഥാനിലേക്കും അതുപോലെ തന്നെ പഞ്ചാബിലേക്കുമൊക്കെ ആർട്ടിലറി ഫയറിംഗ് ഉണ്ടായി. ഇപ്പോൾ എല്ലാം അവസാനിച്ചിരിക്കുന്നു. സിയാൽകോട്ടിലേക്കാണ് ഇന്ത്യ ആദ്യം ആക്രമണം നടത്തിയത്. പിന്നീട് അത് ഇസ്ലാമാബാദിലേക്കും വ്യാപിപ്പിച്ചു. അവിടെ നിന്നാണ് പ്രധാനമായും ഇന്ത്യയിൽ ആക്രമണം നടക്കുന്നത് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ പ്രത്യാക്രമണം ഉണ്ടായത് എന്ന്. തീർച്ചയായും ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയ പ്രകോപനമാണ്. അത് ഏതാണ്ട് 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന വലിയ പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു മിസൈൽ പോലും ലക്ഷ്യം കണ്ടില്ല എന്നതാണ് നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു സാഹചര്യം. എല്ലാ മിസൈലുകളും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിരിക്കുന്നു. ഡ്രോണുകളും തകർക്കാനായിരിക്കുന്നു. ഒരു ആക്രമണ ശ്രമം പോലും ഫലം കണ്ടില്ല എന്നതാണ് സൈന്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ഒരു കാഷ്വാലിറ്റി പോലും ഇന്നത്തെ ആക്രമണത്തിൽ പാകിസ്ഥാന് സാധ്യമായിട്ടില്ല എന്നതറിയിക്കുന്നു. പാകിസ്ഥാന് നൽകിയ